ഹായ് ഫ്രണ്ട്സ്, ഡീസ് എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സുംഗ വംശത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സുംഗവംശം. അവസാനത്തെ മൗര്യ രാജാവായിരുന്ന ബൃഹദത്തനെ വധിച്ച് സുംഗ രാജവംശത്തിന് തുടക്കം കുറിച്ചത് പുഷ്യമിത്ര സുംഗനാണ്. അവസാനത്തെ മൗര്യ രാജാവായിരുന്ന ബൃഹദത്തനെ വധിച്ച് സുംഗ രാജവംശത്തിന് തുടക്കം കുറിച്ചത് പുഷ്യമിത്ര സുംഗനാണ്. സുംഗവംശത്തിന്റെ തലസ്ഥാനം പാടലിപുത്രം. സുംഗവംശത്തിന്റെ തലസ്ഥാനം പാടലിപുത്രം. സുംഗഭരണകാലത്തെ രാജഭരണത്തിന്റെ ആസ്ഥാനം വിദിശ. സുംഗഭരണകാലത്തെ രാജഭരണത്തിന്റെ ആസ്ഥാനം വിദിശ. ഇനി BC 185 മുതൽ 75 വരെ മഗധ ഭരിച്ചിരുന്ന സുംഗവംശത്തിൽപ്പെട്ട രാജാക്കന്മാർ ആയിരുന്നു. ഇന്ത്യയിലെ പ്രബല രാജവംശമായിരുന്ന മൗര്യ രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഈ രാജവംശം രൂപം കൊണ്ടത്. BC 185 അവസാനത്തെ മൗര്യ രാജാവായ ബൃഹദത്തനെ അദ്ദേഹത്തിന്റെ സേനാനായകനായ പുഷ്യമിത്രൻ തന്നെ വധിച്ചു. തുടർന്ന് ബ്രാഹ്മണൻ കൂടിയായ അദ്ദേഹം സുംഗവംശം സ്ഥാപിക്കുകയുമാണ് ഉണ്ടായത്. ഈ പിക്ചറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ പ്രദേശങ്ങളിലാണ് സുംഗ രാജവംശം സ്ഥാപിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുംഗവംശത്തിന്റെ സ്ഥാപകനാണ് പുഷ്യമിത്ര സുംഗൻ. സുംഗവംശത്തിന്റെ സ്ഥാപകനാണ് പുഷ്യമിത്ര സുംഗൻ. സേനാധിപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച സുംഗ രാജാവാണ് പുഷ്യമിത്ര സുംഗൻ. സേനാധിപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച സുംഗ രാജാവാണ് പുഷ്യമിത്ര സുംഗൻ. ഖരവേലനാൽ പരാജിതനായ സുംഗ രാജാവാണ് പുഷ്യമിത്ര സുംഗൻ. ഇനി അശ്വമേധ യാഗം നടത്തിയ സുംഗ രാജാവാണ് പുഷ്യമിത്ര സുംഗൻ. അപ്പോൾ അശ്വമേധ യാഗം അല്ലെങ്കിൽ അശ്വമേധ യജ്ഞം നടത്തിയ സുംഗ രാജാവാണ് പുഷ്യമിത്ര സുംഗൻ. ഇനി ബുദ്ധമതത്തെ നിരുത്സാഹപ്പെടുത്തുകയും ബ്രാഹ്മണിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത രാജവംശമാണ് സുംഗ രാജവംശം. ബുദ്ധമതത്തെ നിരുത്സാഹപ്പെടുത്തുകയും ബ്രാഹ്മണിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത രാജവംശമാണ് സുംഗ രാജവംശം. പുഷ്യമിത്ര സുംഗനെ തുടർന്ന് അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് അഗ്നിമിത്രൻ. പുഷ്യമിത്ര സുംഗനെ തുടർന്ന് അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് അഗ്നിമിത്രൻ. പുഷ്യമിത്ര സുംഗന്റെ പുത്രനായ അഗ്നിമിത്രൻ കാളിദാസന്റെ മാളവിക അഗ്നിമിത്രത്തിലെ നായകൻ. അഗ്നിമിത്രന്റെയും മാളവികയുടെയും പ്രണയകഥ പറയുന്ന കാളിദാസ കൃതിയാണ് മാളവിക അഗ്നിമിത്രം. അഗ്നിമിത്രന്റെയും മാളവികയുടെയും പ്രണയകഥ പറയുന്ന കാളിദാസ കൃതിയാണ് മാളവിക അഗ്നിമിത്രം. സുംഗവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആയിരുന്നു ദേവഹൂതി. സുംഗവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആയിരുന്നു ദേവഹൂതി. ദേവഹൂതിയെ വധിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിയാണ് വാസുദേവ കണ്ണ. അപ്പോൾ അദ്ദേഹമാണ് ദേവഹൂതിയെ വധിച്ചത്. അപ്പോൾ ദേവഹൂതിയെ വധിച്ച അദ്ദേഹത്തിന്റെ മന്ത്രിയാണ് വാസുദേവ കണ്ണ. സുംഗ രാജവംശത്തെ തുടർന്നാണ് കണ്വ രാജവംശം നിലവിൽ വന്നത്. സുംഗ രാജവംശത്തെ തുടർന്നാണ് കണ്വ രാജവംശം നിലവിൽ വന്നത്. കണ്വ രാജവംശം സ്ഥാപിച്ചത് വാസുദേവ കണ്ണൻ. അപ്പോൾ കണ്വ രാജവംശം സ്ഥാപിച്ചത് വാസുദേവ കണ്വൻ. ഇനി തുടർന്ന് BC 75 കണ്വ വംശം അധികാരം പിടിച്ചെടുക്കുകയും BC 28 വരെ ഈ വംശം അധികാരത്തിൽ തുടരുകയും ചെയ്തു. തുടർന്ന് BC 75 കണ്വ വംശം അധികാരം പിടിച്ചെടുക്കുകയും BC 28 വരെ ഈ വംശം അധികാരത്തിൽ തുടരുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.